അടൂർ പ്രകാശിന്റെ വിഷയത്തിൽ ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള ഇടപെടൽ തെറ്റായി പോയി എന്ന തരത്തിൽ ഇത് ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് വഴിവെക്കുമ്പോൾ കൃത്യമായിട്ടും അടൂർ പ്രകാശ് കാരണം കോൺഗ്രസ് ഇത്തവണ പരാജയപ്പെടുമെന്ന തരത്തിലേക്ക് കൂടി ചർച്ചകൾ മാറുന്നുണ്ട്. അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പെരുമാറിയ രീതി തെറ്റാണോ? അത് നിയമപരമായിട്ട് എങ്ങനെയാണ്? അല്ലെങ്കിൽ ജേർണലിസ്റ്റ് അതെങ്ങനെ വിലയിരുത്തുന്നു സാർ? ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളും ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ്, ഇതില് നിങ്ങളാണ് ജേർണലിസ്റ്റ്, ഞാനല്ല. എനിക്ക് ജേർണലിസത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നിരിക്കാം, ഞാൻ ഇപ്പോഴും ജേർണലിസ്റ്റ് ആയിരിക്കാം. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ജേർണലിസ്റ്റ് ആണ്, ബിക്കോസ് യു ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഞാൻ മറുപടി പറയുന്ന ആളാണ്. ഞാനല്ല ഇപ്പൊ ജേർണലിസം ചെയ്യുന്നത്. ഇപ്പൊ ആക്റ്റീവ് ജേർണലിസം ചെയ്തത് ഐശ്വര്യാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യുമ്പോഴും അത് ജേർണലിസം ഒന്നുമല്ല. ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യാനും ജേർണലിസ്റ്റുകൾ ചെയ്ത് എങ്ങനെയാണ് ജേർണലിസ്റ്റ് ആകുന്നത്? ജേർണലിസത്തിന് അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, റിട്ടേൺ ആൻഡ് അൺറിട്ടേൺ. ഫോർ എക്സാമ്പിൾ ഒന്ന് ഞാൻ പറയുന്നത്, ഇപ്പം ഉദാഹരണം പറഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ഈ കാരണം കൊണ്ട് ഈ പറയുന്നവരൊക്കെ ആരാണ്? ഈ രാഷ്ട്രീയ പ്രവചനം നടത്തുന്നത് ജ്യോത്സ്യന്മാർ. നമ്മൾ ഈ സാധാരണ വേഷം ഇട്ടുകൊണ്ട് ജ്യോത്സ്യം പറയുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് പുച്ഛമാണ്. കാരണം നാളെ അടുത്ത മോമെന്റിൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ചന്ദ്രനെയും സൂര്യനെയും കുറെ നക്ഷത്രങ്ങളൊക്കെ നോക്കി ജ്യോത്സ്യം പറയുന്നവരല്ലേ? അതുപോലെ അതിനേക്കാൾ അപഹാസ്യമാണ് രാഷ്ട്രീയ ജ്യോത്സ്യക്കാർ. ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണത്, ഇവരൊന്നുമല്ല. ഇവരാണ് വോട്ട് ചെയ്യണത്. ഇവർക്ക് എങ്ങനെയാ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, പറയാനായിട്ട് വാട്ട് നോളേജ് ഡു ദേ ഹാവ്? അവരെന്തിനാണ് ഇത്ര ഈ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയം മാത്രമേ, രാഷ്ട്രീയം എന്നുള്ളതല്ല, രാഷ്ട്രീയ പ്രീണിപ്പിക്കലാകാം, രാഷ്ട്രീയ അടിമത്തം കൊണ്ടായിരിക്കാം പറയുന്നത്. പക്ഷെ സ്വന്തം തൊഴിലിനോട് ഇത്രയും അന്യായം കാണിച്ചിട്ട് വേണോ? ജേർണലിസം ഈസ് ഓൾ അബൌട്ട് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ്. അത് പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്, ഫ്യൂച്ചർ ടെൻസിലല്ല കേട്ടോ. അടിസ്ഥാനമാണ്. ജേർണലിസം ഈസ് ഓൾവേസ് റിട്ടേൺ ഓർ സെഡ് ഇൻ പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞ സംഭവത്തെ കുറിച്ചാണ്. നടക്കാൻ പോകുന്ന സംഭവത്തിൽ ജേർണലിസ്റ്റ് ഇല്ല കേട്ടോ. നടന്ന സംഭവമാണ് ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ജേർണലിസ്റ്റുകൾ, നാളെ കേരളത്തിന്റെ ഭാവി മുഴുവൻ പ്രവചിക്കുന്ന ജേർണലിസ്റ്റുകളെ ചില ആളുകൾ പറയുന്നവരെ അവരൊക്കെ പ്രവചനങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അഖണ്ഡ കോടിയിൽ ഞാൻ തള്ളിക്കളയുന്നു. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് അടൂർ പ്രകാശ് ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ വിവാദമാകുന്നത്. അത് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം അത് നടന്നു കഴിഞ്ഞ പ്രവൃത്തിയാണ്. നാളെ അടൂർ പ്രകാശൻ TV ചർച്ചയ്ക്ക് അല്ലെങ്കിൽ പത്രക്കാർ വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്ന ജേർണലിസം അല്ല. ഇന്നലെ അടൂർ പ്രകാശ് ചർച്ച ചെയ്ത പ്രവൃത്തി എന്താണ് എന്നത് അനലൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ആസ്പെക്ടിലേക്ക് ഞാൻ എന്റെ ചർച്ച ഒരുക്കി നിർത്തിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ റിപ്പോർട്ട് ചാനലിന്റെ റിപ്പോർട്ടറോട് അടൂർ പ്രകാശം തട്ടിക്കയറത് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ചില ഓൺലൈൻ ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ഇതൊക്കെ ഇപ്പൊ പൊതുവെ അടൂർ പ്രകാശ് പത്രങ്ങളോട് തട്ടിക്കയറി എന്നത് ഇന്നും അയാൾക്ക് ശബരിമല സ്വർണ്ണ കേസിൽ പങ്കുള്ളതുകൊണ്ടാണ് എന്നും എന്നാണ് പൊതുവെ റിപ്പോർട്ടിംഗ് രീതി. അതിന്റെ കാഴ്ചപ്പാടാണ്, റിപ്പോർട്ടിന്റെ ഒരു ടോൺ അതാണ്. അപ്പൊ അയാൾ ആദ്യം ചോദിച്ച് കണ്ടപ്പോൾ അയാളുടെ മുഖഭാവം മാറി. ഏതിപ്പം റിപ്പോർട്ടേഴ്സ് ബോഡി കൈനറ്റിക്സ് ബോഡിയെ എല്ലാം അങ്ങ് വ്യാഖ്യാനിച്ച് എഴുതുകയാണ്. മനസ്സിലായി, അയാളുടെ മുഖഭാവം മാറി. അതുകൊണ്ട് അത് ഇന്നതായിരിക്കാം. സൈക്കോളജിസ്റ്റുകളാണ്, എല്ലാമാണ്. ഹിപ്നോട്ടൈസ് ഇയാൾ ഉള്ളിൽ എന്ത് പറയാതെ വെച്ചു അതും നാളെ എഴുതാം. പിന്നെ SIT ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നപ്പോഴാണ് മാധ്യമങ്ങൾ അടൂർ പ്രകാശിനെ വളഞ്ഞത്. മരമുറി കേസിലെ പ്രതി നടത്തുന്ന റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് UDF അധികാരത്തിൽ വന്നാൽ അന്വേഷിക്കുമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് ഭാവിയിൽ അടൂർ പ്രകാശ് നേരിടാൻ പോകുന്ന സത്യപ്രതിജ്ഞ ലംഘനമാണെന്ന് ഒരു ചിലർ പറയുന്നു. ഇന്നല്ല, ഭാവിയിൽ. കാരണം ഇപ്പോഴേ അയാൾ ഇതോടുകൂടി പോവുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ എന്റെ എക്സ്റ്റെന്റ് നോക്കണം പോകുന്നത്. ഒരു പ്രതിയുടെ ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞതാണോ, ഒരു പ്രതിയുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കാതെ മൂടി വെക്കുന്നതാണോ യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ ലംഘനം? എന്റെ അറിവിൽ ഒരു കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറയുന്നതോ ഭാവിയിൽ വരാൻ പോകുന്ന സത്യപ്രതിജ്ഞ ലംഘനം അല്ല അങ്ങനെ പറയുന്നത്. മറിച്ച് കുറ്റകൃത്യം നിലനിൽക്കെ അധികാരികൾ അത് അന്വേഷിക്കാതെ മൂടിവെക്കുന്നതാണ് സത്യപ്രതിജ്ഞ ലംഘനം. അങ്ങനെ നോക്കിയാൽ അടുത്ത UDF മന്ത്രിസഭ വന്നാൽ അതിൽ അടൂർ പ്രകാശ് മന്ത്രിയായാൽ അയാൾ മരമുറി കേസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞത് വരാൻ പോകുന്ന സത്യപ്രതിജ്ഞ ലംഘനമല്ല, സത്യസന്ധതയാണ്, രാഷ്ട്രീയ സത്യസന്ധതയാണ്. പ്രത്യേകിച്ച് മരമുറി കേസിലെ പ്രതി ചാനൽ മേധാവിയായിരിക്കുകയും രാഷ്ട്രീയത്തിലെയും പൊതുജീവിതത്തിലെയും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും സ്വന്തം ചാനൽ വഴി ചർച്ചകൾ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രസ്താവനയ്ക്ക് പ്രത്യേക പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട്. പത്രക്കാരോട് മറുപടി പറയാനുള്ള നിയമപരമായ ബാധ്യത ആർക്കെങ്കിലും ഉണ്ടോ? ഉത്തരം ഇല്ല. ആരോടെങ്കിലും അവരുടെ അനുമതി വാങ്ങാതെ ഇന്റർവ്യൂ ചെയ്യാനോ ചോദ്യങ്ങൾ ചെയ്യാനോ ഉള്ള നിയമപരമായ അവകാശം ജേർണലിസ്റ്റുകൾക്കുണ്ടോ? ഉത്തരം ഇല്ല. പത്രക്കാർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കാതിരിക്കാനുള്ള നിയമപരമായ അവകാശം രാഷ്ട്രീയക്കാർക്കുണ്ടോ? ഉത്തരം ഉണ്ട്.
സാധാരണ പൗരനില്ലാത്ത എന്തെങ്കിലും നിയമപരമായ അവകാശമോ അധികാരമോ ജേർണലിസ്റ്റിനുണ്ടോ? ഉത്തരം ഇല്ല. ജേർണലിസ്റ്റുകളെ അപമാനിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടോ? ഉത്തരം രാഷ്ട്രീയ പ്രവർത്തകരെയോ മറ്റാരെങ്കിലും അപമാനിക്കാനുള്ള അവകാശം ജേർണലിസ്റ്റുകൾക്കില്ല എന്നതുപോലെ തന്നെ ജേർണലിസ്റ്റുകളെ അപമാനിക്കാനുള്ള അവകാശം മറ്റാർക്കുമില്ല. കാരണം എല്ലാവരും അടിസ്ഥാനപരമായിട്ട് സിറ്റിസൺസ് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ജേർണലിസ്റ്റുകൾ മറ്റുള്ളവർക്കെതിരെയുള്ള തെറ്റായ വാർത്തകൾ, വസ്തുതകൾ പരിശോധിക്കാതെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നത്? ജേർണലിസ്റ്റുകൾക്ക് മറ്റുള്ളവരെ അപമാനിക്കാൻ റൈറ്റ് ഇല്ല. അപ്പൊ വസ്തുതകൾ പരിശോധിക്കാതെ ജേർണലിസ്റ്റുകൾ എന്തെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പിന്നെ എന്തിനാണ് ജേർണലിസ്റ്റുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യത്തിന്. അതിന് എന്റെ ഉത്തരം, ജേർണലിസ്റ്റുകൾ അവർക്ക് എന്തിനും അവകാശമുണ്ടെന്ന് വിഡ്ഢി ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ഇക്കാര്യത്തിൽ നിയമപരമായ അറിവില്ലാത്തത് കൊണ്ടോ നിയമപരമായ അറിവ് നേടാത്തത് കൊണ്ടാകാം. അപ്പോൾ ജേർണലിസ്റ്റുകളുടെ അവകാശം എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A അനുസരിച്ച് ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതിൽ സ്വന്തം അഭിപ്രായമോ വിമർശനമോ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം എല്ലാ പൗരനുമുണ്ട്. അതോടൊപ്പം റൈറ്റ് നോട്ട് ടു സ്പീക്ക് എന്ന അവകാശവുമുണ്ട്. ഇത് 1986 സുപ്രീം കോടതി ബിജോ ഇമാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ നിശബ്ദത പാലിക്കാനുള്ള ഈ അവകാശത്തെ അടിവരയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാതിരിക്കാൻ റൈറ്റ് ഉണ്ട്. എനിക്ക് പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരിക്കാം, എനിക്ക് കോടതി ചോദിക്കുമ്പോൾ നിശബ്ദനായിരിക്കും. ദാറ്റ് ഈസ് മൈ റൈറ്റ്, ആർട്ടിക്കിൾ 19(1)A. അതുകൊണ്ട് അടൂർ പ്രകാശനോട് ചോദിച്ചിട്ടായാലും മിണ്ടാതിരുന്നു, അതൊരു വലിയ കുറ്റമൊന്നുമില്ല. ഹീസ് ഓൺലി എക്സ്പ്രസിംഗ് ഹിസ് ഫണ്ടമെന്റൽ റൈറ്റ്. അത് ചോദിക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല. അത് വ്യാഖ്യാനിക്കാനുള്ള അവകാശം നമുക്കില്ല. അവകാശമല്ല, വ്യാഖ്യാനിക്കാനുള്ള അറിവ് നമുക്കില്ല. ഒരാളുടെ നിശബ്ദതയെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിന് തന്നെ രണ്ട് വിധത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ കാര്യത്തെ രണ്ടുപേരും മനസ്സിലാക്കിയത് രണ്ട് രീതിയിലാണെന്നല്ലേ? അല്ലെ? പറഞ്ഞ വാക്കുകൾ പോലും. അപ്പൊ പറയാത്ത വാക്കുകളെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഫ്രീഡം ഓഫ് ദ പ്രസ് lays at the foundation of all democratic organization എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 1950 വളരെ പ്രശസ്തമായ റോമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. അതേ സുപ്രീം കോടതി 2002 യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന കേസിൽ വിധിയിൽ ഇങ്ങനെയും വ്യക്തമാക്കിയിട്ടുണ്ട്. വൺ സൈഡഡ് ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, misinformation and non-information all equally create an uninformed citizenry which makes democracy a farce. പ്രഹസനമാക്കി മാറ്റും. എന്തൊക്കെയാണ്? വൺ സൈഡ് ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ, നോൺ ഇൻഫർമേഷൻ all equally create an uninformed citizenry which makes democracy a farce. അപ്പൊ നമ്മൾ നോക്കണം, നമ്മളിപ്പോൾ ചുറ്റും കാണുമ്പോൾ നമ്മൾ വായിക്കുന്ന, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പല വാർത്തകളും ഇതിനകത്ത് എവിടെയാണ് വരുന്നത്? വൺ സൈഡ് ഇൻഫർമേഷൻ ആകാം, ഡിസ്ഇൻഫർമേഷൻ ആകാം, മിസ്ഇൻഫർമേഷൻ ആകാം, നോൺ ഇൻഫർമേഷൻ ആകാം. ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു. അതെല്ലാമാണ് ജനാധിപത്യത്തെ പ്രഹസനമാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡെമോക്രസി ഇങ്ങനെ എന്താണ് അതിന്റെ ഒരു കാതൽ എന്ന് പറഞ്ഞ സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മറ്റ് സ്ഥാപനങ്ങൾക്ക് എന്നതുപോലെ നിയമപരമായി അല്ലാത്തൊരു മോറൽ ഒരു അതോറിറ്റി ജേർണലിസ്റ്റുകൾക്കുണ്ട്, അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. അതാണ് വാസ്തവത്തിൽ പത്രപ്രവർത്തനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ജനാധിപത്യത്തെ പ്രഹസനമാക്കാതിരിക്കാൻ ജേർണലിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വാർത്തകൾ മാർച്ച് പിടിക്കുന്ന, വാർത്തകൾക്ക് സ്വന്തം രാഷ്ട്രീയത്തിന് നിറം പൂശുന്ന, വാർത്തകൾ അല്ലാത്തവ വാർത്തയാക്കുന്ന, ഒരു വാർത്തയുടെ വസ്തുത വ്യക്തമായി അറിയാതെ അത് റിപ്പോർട്ട് ചെയ്യുന്ന, വാർത്ത ക്രോസ് ചെക്ക് ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യുന്ന, ചാനൽ മുതലാളിയുടെ ഇംഗിതം തൊട്ടറിഞ്ഞ് അതിനനുസരിച്ച് മാത്രം വാർത്ത കണ്ടെത്തുന്ന, പണം വാങ്ങി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന, രാഷ്ട്രീയ പാർട്ടിയുടെ പണം വാങ്ങി അവർക്ക് വേണ്ട രീതിയിൽ പത്രപ്രവർത്തനം നടത്തുന്ന, സ്വതന്ത്ര പത്രപ്രവർത്തന ചാനൽ എന്ന വിഡ്ഢിവേഷം കിട്ടുന്ന മാധ്യമങ്ങളും അല്ലെ വാസ്തവത്തിൽ ജനാധിപത്യത്തെ പ്രഹസനമാക്കി മാറ്റുന്നത് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് പത്രക്കാരോട് അടൂർ പ്രകാശ് പറഞ്ഞതും കാട്ടിയതും ആർട്ടിക്കിൾ 19(1)A അനുസരിച്ച് അയാളുടെ നിയമപരമായ അവകാശമാണ്. ആരുടെയും ഇന്റർവ്യൂ എടുക്കാൻ അതിന് ആ വ്യക്തിയുടെ സമ്മതത്തോടു കൂടി അല്ലാതെ ഒരു ജേർണലിസ്റ്റിന് അവകാശമില്ല. ഇന്റർവ്യൂ എന്നാൽ ചോദ്യം ചോദിക്കുക എന്നാണ്. 1982 പ്രഭാതത് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ദ പ്രസ് ഹാസ് നോ റൈറ്റ് ടു ഇന്റർവ്യൂ എ പേഴ്സൺ sought to be interviewed unless he is willing to be interviewed. ഇന്റർവ്യൂ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ പത്രക്കാർക്ക് അവകാശമില്ല. ഇന്റർവ്യൂ ചെയ്താൽ നിങ്ങൾ ഒരാളോട് ചോദ്യം ചോദിക്കാൻ അല്ലേ? ആ ചോദ്യം അപ്പൊ ഒരാള് അടൂർ പ്രകാശം അല്ലേ അതിൽ വരുമ്പോ ഞങ്ങൾ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പത്രക്കാർ കാണിക്കുന്നുണ്ടോ? പത്രക്കാര് ഈ TV ഇതിന്റെ ആ മൈക്കും എടുത്ത് അവരുടെ നമുക്ക് വാസ്തവത്തിൽ ഇറിറ്റേഷൻ തോന്നും. നമ്മുടെ മുഖത്തിന്റെ തൊട്ട് അടുത്ത്, നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ മീശരോമത്തിൽ തൊടുന്ന അത്ര അടുത്ത് വരെ ഈ മൈക്ക് ഇങ്ങനെ 10-20 മൈക്ക് ഇങ്ങനെ വളഞ്ഞു നോക്കിയാണ് ചെയ്യുന്നത്, ഖരാബ് ചെയ്യുന്നത് പോലെ. ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ മറുപടി, അയാളുടെ മറുപടി ഇയാൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല.
ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരു ഐശ്വര്യക്കൊരു മറുപടി ഉണ്ട്, എനിക്ക് വേറെ ഒരു മറുപടി ഉണ്ട്, അല്ലേ? എന്റെ മറുപടിയാണ് ഐശ്വര്യ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മറുപടി പറയുമ്പോൾ അത് അനുവദിക്കാതെ, അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ മറുപടി വരുത്തത്തേക്ക് രണ്ടാമത് വീണ്ടും ഒരു ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ജേർണലിസ്റ്റ് വേറൊരു ചോദ്യം ചോദിക്കും. ഇതാണ് വാസ്തവത്തിൽ ഒരാളെ എന്താണ് ജേർണലിസ്റ്റിക് റേപ്പ്, മാസ് റേപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് കൂട്ടബലാത്സംഗം. ഒരാളെ നമ്മൾ സ്ത്രീയോട് ചെയ്യുന്ന അന്യായം മാത്രമല്ല കേട്ടോ, ഇതൊരു വ്യക്തിയോട് കാണിക്കുന്ന, പത്രക്കാർ കാണിക്കുന്ന കൂട്ടബലാത്സംഗമാണ് ഈ സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അടൂർ പ്രകാശൻ ചെയ്തത് ഒരർത്ഥത്തിൽ ശരി, ഇഷ്ടമില്ലെങ്കിൽ മാറിക്കിടാന്ന് പറഞ്ഞിട്ട് പോകാൻ ഒക്കണമെന്നേ. എന്താ പറ്റുന്നത് അങ്ങനെ പറഞ്ഞാൽ? ഇനി പത്രക്കാരോട് മോശമായി പെരുമാറിയതെന്ന് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജയസാധ്യത അത് എങ്ങനെ ബാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പത്രക്കാരോട് പറഞ്ഞപ്പോൾ, ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് വന്നത്, താൻ പബ്ലിക് സർവന്റ് ആണ്, ഞങ്ങൾ തന്റെ വീട്ടിലല്ല വന്നത് എന്നൊരു പത്രക്കാരനെങ്കിലും പിണറായിയോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് പിണറായി അടുത്ത പ്രാവശ്യം ജയിച്ചില്ലേ? പിന്നെ രണ്ടാമത്തെ ഇൻസിഡന്റ്, ഞാൻ നിങ്ങളോട് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മുഴുവൻ കളവായിരുന്നു, നുണയായിരുന്നു. നിങ്ങൾ അതൊക്കെ പോയി കടലാസിൽ എഴുതിയില്ലേ? ഇതേ വാക്കാണ്, കടലാസിൽ എഴുതിയില്ലേ എന്ന് പത്രക്കാരോട് തന്നെ ചോദിച്ച നയനാരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലേ? നാളെ ഇതുവരെ പത്രസമ്മേളനം നടത്താത്ത ലോകത്തിൽ തന്നെ ഒരേ ഒരു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നില്ലേ? പിന്നെ അടൂർ പ്രകാശിന് മാത്രം എന്താണ് സംഭവിച്ചത്? അയാളുടെ ജയവും പരാജയവും തീരുമാനിക്കേണ്ട ജേർണലിസ്റ്റ് പ്രവാചകരല്ല, വോട്ടർമാരാണ്. ഈ തിരിച്ചറിവെങ്കിലും നമ്മൾ ഇതൊക്കെ റിപ്പോർട്ട്, നമ്മൾ ഈ പത്രക്കാർ എന്തോന്നോ എല്ലാ അവകാശങ്ങളും ഉള്ള, ആരെയും മൈൻഡ് ചെയ്യേണ്ടില്ലാത്ത, ഒരു നിയമത്തിനും നമ്മളെ തൊടാൻ കഴിയാത്ത എന്തോന്നോ മണ്ണാങ്കട്ടയാണെന്ന് കരുതുന്നു. അങ്ങനൊന്നും അല്ല. വി ആർ ബ്ലഡി ജേർണലിസ്റ്റ്, ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് എ പ്രൊഫഷൻ. നിങ്ങൾ വേറൊരാൾ തെങ്ങുകയറ്റ തൊഴിലാളിയാണ്, വേറൊരാള് മീൻ കച്ചവടക്കാരനാണ്, ഞാൻ ജേർണലിസ്റ്റ് ആണ്. അത്രേ ഉള്ളൂ. എല്ലാവരും ഈ പണി ചെയ്യുന്ന അവനവന്റെ അന്നത്തിന് വേണ്ടി, അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞുള്ള വിധി നിർണ്ണയിക്കുന്ന മനുഷ്യരൊന്നും അല്ല ജേർണലിസ്റ്റുകൾ. അത് ആളുടെ കളിയാക്കിയാണ്, സ്വയം പരിഹസിക്കുക ചെയ്യുന്നവർ. ഉറപ്പായിട്ടും സാർ, ഇവിടെ നിയമപരമായിട്ട് അടൂർ പ്രകാശിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ആശയവിനിമയത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു ജനപ്രതിനിധിയായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കലി ഇതായിട്ടുള്ള ഒരു പേഴ്സൺ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് കടന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പൊ സാർ പറഞ്ഞ പോലെ കടക്കപ്പുറത്ത് പറഞ്ഞപ്പോൾ പിണറായിക്കെതിരെയും നമ്മൾ ഇതുപോലെ തന്നെ പ്രതികരിച്ചിരുന്നു പലരും. അല്ല, എന്താണ് ഐശ്വര്യ പറഞ്ഞത്? രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തെറ്റാണെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയപരമായിട്ട് നിൽക്കുമ്പോൾ അയാളുടെ പൊളിറ്റിക്കൽ ഇമേജിനെ അത് ബാധിക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അയാളുടെ പൊളിറ്റിക്കൽ ഇമേജ് തീരുമാനിക്കുന്ന ജേർണലിസ്റ്റുകളൊന്നും അല്ലാണ്. ജേർണലിസ്റ്റുകളുടെ ഇമേജ് എന്താണ്? കേരളത്തിലെ പത്രപ്രവർത്തനം നടത്തുന്ന ഏതൊക്കെ ചാനലുകൾ, നിങ്ങൾക്കൊരു വാർത്ത വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഒരേ ആൾ റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന സാധനം 5 പത്രങ്ങൾ എങ്ങനെ 5 രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു? എങ്ങനെയാണ്? അപ്പൊ അവരവരുടെ മുതലാളിമാരുടെ അവരവരുടെ രാഷ്ട്രീയം അനുസരിച്ച് ഇതിനെ വളച്ചൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലെ, അല്ലെങ്കിൽ ഒരേ രീതിയിലേ വരുള്ളൂ വാർത്ത നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യൂ. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. യു ആർ ഇന്റർപ്രിറ്റിംഗ് സംതിങ്, അല്ലേ? ദാറ്റ് ഈസ് ഇന്റർപ്രിറ്റേറ്റീവ് ജേർണലിസം. പക്ഷേ നിങ്ങൾ എന്താണ്, നിങ്ങൾ വാർത്ത തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, വാർത്തയായിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല. യു ഗിവ് ദ ന്യൂസ് ആസ് ഇറ്റ് ഈസ്, എന്നിട്ട് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കും. അത് പല ഒരർത്ഥത്തിന് ഒരു കാര്യത്തിന് പല രീതിയിൽ കാണാം. പക്ഷെ നിങ്ങൾ ആ കാഴ്ച, ആ യഥാർത്ഥ പറയുന്ന സാധനം തന്നെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ കാഴ്ച മാത്രമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മൾ വെറുതെ, ഞാൻ എക്സാമ്പിൾ ഉണ്ട്, ടെലിവിഷൻ ചർച്ചയ്ക്ക് കൂടി ഇരിക്കുന്നു. ചർച്ച എന്നാണ് പറയുന്നത്, ഏത് ഡിസ്കഷൻ. പക്ഷെ അവിടെ നടക്കുന്ന ഡിസ്കഷൻ അല്ല, അവിടെ നടക്കുന്ന ഡിബേറ്റ് ആണ്. ഡിസ്കഷനും ഡിബേറ്റും ഡയലോഗും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡയലോഗ് നമ്മൾ അങ്ങോട്ടും സൗഹൃദത്തെ പറയുന്ന ആകാത്ത, ഡിസ്കഷനും ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് ആളുകൾ സംസാരിക്കുന്നത്, അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ആ ഡിസ്കഷനിൽ കൂടെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്കറിയാത്ത കുറച്ച് പോയിന്റ്സ്, ഇതുവരെ അറിയാത്ത പോയിന്റ്സ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്നു, നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ചില പോയിന്റ്സ് എന്നിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഡിസ്കഷന്റെ അവസാനം ഞാനും നിങ്ങളും ഒരു കാര്യത്തെക്കുറിച്ച് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ അറിവ് നേടിയ മനുഷ്യരായിട്ട് മാറും. അതാണ് ഡിസ്കഷന്റെ ഗുണം. പക്ഷെ ഡിബേറ്റിൽ എപ്പോഴും ഒരാളാണ് ജയിക്കുന്നത്, അല്ലേ? ഡിബേറ്റ് ഒരു മത്സരമാണ്. മത്സരിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ പോയിന്റ് കിട്ടാനല്ല നിങ്ങൾ ശ്രമിക്കണേ, എന്റെ പോയിന്റ് പോലും തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നത്. അതൊരു യുദ്ധമാണ്, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം. അതുകൊണ്ടാണ് ഒരാൾ പറയുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരാൾ അനുവദിക്കാത്ത, അയാളുടെ ആശയം പ്രകടിപ്പിക്കാൻ അനുവദിക്കാത്ത. ഡിബേറ്റിൽ ഒരാളെ ജയിക്കുള്ളൂ, മറ്റുള്ളവരൊക്കെ തോക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ടെലിവിഷൻ ചർച്ചകളല്ല, ഡിബേറ്റ് ആണ്. അത് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പിള്ളേരെ കണ്ടിട്ടില്ലേ, ഡിബേറ്റിന് വരുന്ന പിള്ളേരുണ്ട് സ്ഥിരം. അവർ സാധാരണഗതിയിൽ ആളുകൾ ശ്രദ്ധിക്കാൻ കഴിയില്ലാത്ത ഒരു പോയിന്റ് എടുത്തുകൊണ്ടിരും, ആദ്യത്തെ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പ്രധാന പോയിന്റ് അല്ല, അത് വേറൊരു പോയിന്റ് ആണ്, വേറൊരു സാധനമാണ് അവർ പറയുന്നത്. അപ്പം പെട്ടെന്ന് ആളിൽ അവർ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കും, ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു കാര്യമാണല്ലോ. അതത്ര റിലവന്റ് അല്ല ഇഷ്യൂമായിട്ട്. അത് നമ്മൾ ഈ ലോജിക്കൽ ഫാലസിയുടെ പല തലങ്ങളാണത്. ഇപ്പം ഉദാഹരണം, ഞാൻ ഒരു സ്ട്രോമാൻ ഫാലസി നമ്മൾ പറയും, എനിക്ക് നിങ്ങളെ ആർഗ്യൂ ചെയ്ത് തോപ്പിക്കാൻ കഴിയുന്നില്ല, അപ്പം ഞാൻ നിങ്ങളുടെ വക്തൂർ കൊണ്ടൊരു ആയുധമുണ്ടാക്കിയിട്ട് അതിനെ ഇടിച്ച് താഴെ ഇടും എന്ന് പറയുന്ന പോലെ ഒരു പോയിന്റിൽ ആർഗ്യൂ ചെയ്ത് എനിക്ക് ആ പോയിന്റ് പറയാൻ കഴിയാതെ ഞാൻ പെട്ടെന്ന് വേറൊരു സാധനം എടുത്തത്. നിങ്ങൾ 1945 ഇതല്ലേ പറഞ്ഞിരിക്കും. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇന്നലെ നടന്ന ഒരു കാര്യം ചർച്ച ചെയ്യുന്നു. അപ്പൊ ചർച്ചയിൽ എപ്പോഴും കാണത്തില്ലേ, നിങ്ങൾ 1900 അന്ന് ഇതല്ലേ പറഞ്ഞത്? അന്ന് എന്താണ് റിലവൻസ് ഇവിടെ? അപ്പൊ നമ്മുടെ ടെലിവിഷനിൽ ചർച്ചയല്ല നടക്കണം കേട്ടോ. ഇറ്റ് ഇസ് ഡിബേറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഡിസ്കഷന്റെ അവസാനം
ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവരും അത് കേൾക്കുന്നവരും എൻറിച്ച്ഡ് ആവും. ഇവിടെ ചർച്ച നടന്നിട്ട് ടെലിവിഷൻ ചർച്ച എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്നവരും ഡിസൊല്യൂഷൻ ആവും. ഞാൻ പലപ്പോഴും കേൾക്കാറില്ല, കാരണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരുടെ അഭിപ്രായമല്ല, ഒരു ഇഷ്യൂവിനെ കുറിച്ച് കൂടുതൽ ഡെപ്തിലേക്ക് പോവുക, ആ ഇഷ്യൂ കൂടുതൽ മനസ്സിലാക്കുക, അതല്ലേ നമ്മളൊരു കേൾവിക്കാരെന്നല്ല ആഗ്രഹിക്കുന്നത്. ഇവർ അങ്ങോട്ട് എണീച്ച് പോടാ പട്ടി എന്നൊക്കെ പറയുന്ന ചർച്ചയിൽ, അതിന് ചർച്ച എന്നാണ് നമ്മൾ പറയുന്നത്. അത് പത്രക്കാർക്ക് സ്വയം നിയന്ത്രിക്കണം തോന്നിയിട്ടില്ലേ? കള്ള വാർത്തകൾ എഴുതുന്നില്ലേ? ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ അവര് വിവാഹിതയായ സ്ത്രീ എങ്ങനെയാണ് ഇയാൾ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ഇപ്പൊ സുപ്രീം കോടതി ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റില്ലേ? അത് ജഡ്ജ്മെന്റ് വേണ്ട, സ്വയം ഒന്ന് ചിന്തിച്ചൂടെ? ആരാണ് ഇതിൽ കൂടുതൽ തെറ്റ് ചെയ്തത്? അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടാണോ, വിവാഹിതയായ ആ സ്ത്രീയാണോ? ആരാ നിർബന്ധിച്ച് ഒരാളെ അബോർട്ട് എന്ന് പറയുമ്പോൾ? ഫോഴ്സ്ഫുൾ അബോർഷൻ എന്ന് പറഞ്ഞാൽ അവരെ കെട്ടിയിട്ടുണ്ടോ, അവർ ഫോഴ്സ് ഡോക്ടർക്ക് കൊണ്ടുവച്ച് അവർ ഫോഴ്സ് ചെയ്ത് അബോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അല്ലാതെ ഞാൻ ഇത് കഴിച്ചെങ്കിലേ ഉള്ളൂ നിർബന്ധിച്ച് അവർ കഴിക്കുന്നതല്ല. അതല്ല അബോർഷൻ ബൈ. അപ്പൊ ഇതൊന്നും അറിയില്ലേ പത്രക്കാർക്ക്? അത് അറിയാൻ ശ്രമിക്കുന്നില്ലേ? എപ്പോഴെങ്കിലും പത്രക്കാർ ചെയ്ത തെറ്റുകൾ അവർ തിരുത്തുന്നുണ്ടോ? ചാരക്കേസിൽ എന്തെല്ലാം എഴുതിയുള്ള ഒരു പത്രമെങ്കിലും വന്നിട്ട് ഞങ്ങൾ അന്ന് ചെയ്ത തെറ്റായിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദേ ആർ ഓൾവേസ് റൈറ്റ്. എന്ത് മര്യാദകേട് ചെയ്താലും ശിക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരു വർഗം. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് പത്രക്കാർ നമ്മൾ ഈ നാട്ടില് ഓരോരുത്തർക്ക് പെൻഷൻ കൊടുക്കുന്നു, അത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇത് കിട്ടുന്നു എന്നൊക്കെ എഴുതി വരുമല്ലോ. പത്രക്കാർക്ക് എന്തിനാണ് സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്? നമ്മൾ എന്താ ചോദിക്കാതെ? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ കാര്യം ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി, അത് ആ കമ്പനിയാണ് നോക്കേണ്ടത്. PIBയിൽ ജോലി ചെയ്യുന്ന പത്രക്കാരന് പെൻഷൻ കൊടുക്കാം, ഇറ്റ്സ് എ ഗവൺമെന്റ് സർവീസ്. നിങ്ങൾ മറ്റു പത്രക്കാർക്ക് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ സാധാരണക്കാരന്റെ പൈസ എടുത്ത് പെൻഷൻ മേടിക്കുന്നത്? എങ്ങനെയാണ്? ഹൗസ് ലോൺ എങ്ങനെയാണ് അലവൻസ് കിട്ടുന്നത്? അപ്പൊ ഇവരെ സുഖിപ്പിച്ച് നിർത്തുന്നു, അതിനവരെ നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് അവർക്ക് തോന്നിയ പോലെ അവർ ചെയ്യുന്നു. They had no commitment towards the society, they had no commitment towards even their profession. എന്നിട്ട് ഈ പ്രവചനം നടത്തിയാണ് നാളെ വരാൻ പോകുന്നു. ഇവർക്ക് എന്തറിയാം കേരള രാഷ്ട്രീയത്തിൽ? നമുക്കെന്തറിയാം? അത് വോട്ടറല്ലേ, അയാളല്ലേ അധികാരി, അയാളല്ലേ തീരുമാനിക്കേണ്ടത്. അയാൾ ഇന്ന് തീരുമാനിച്ചായിരിക്കില്ല, ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അതൊക്കെ നമ്മൾ പിന്നെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന പത്രക്കാർ. തീർച്ചയായിട്ടും സാർ, ഇതിലും അടൂർ പ്രകാശ് വിഷയത്തില് മറ്റൊരു വശം തന്നെയാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. നമ്മൾ ഇതിന്റെ പിന്നാലെ പോകുന്ന ഇപ്പോ ഞാനടക്കമുള്ള ആൾക്കാര് സത്യം അറിയാണ്ട് എന്ന് വെച്ചാല് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാണ്ട് പല കാര്യങ്ങളിലേക്കും മാധ്യമങ്ങൾ പല സ്ഥലങ്ങളിലും ഇന്റർഫെയർ ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോ സ്വയം ഒരു ബോധ്യം വരുന്നുണ്ട്. ഈ അടുത്ത് തന്നെ മോഹൻലാൽ വരുന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് മൈക്ക് അദ്ദേഹത്തിന്റെ കണ്ണിൽ തട്ടിയിട്ട് അദ്ദേഹം ഇഞ്ചേർഡ് ആവുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് അത്യാവശ്യം ശാന്തമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. പക്ഷെ നാഷണൽ അവാർഡ് പല പ്രാവശ്യം മേടിച്ചിട്ടുള്ള നല്ല നടനാണ്, ആ സമയത്ത് ആ മൈക്ക് കൊണ്ടത് പിണറായി വിജയന്റെ കണ്ണിലായിരുന്നു എന്ന് വെച്ചാല് ഈ കളി അങ്ങ് മാറിയേനെ. ആളും തരമുണ്ട്. പിണറായി വിജയൻ എത്രയോ പ്രാവശ്യം പത്രക്കാർ ഒരു മണ്ണ് എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി മുഖ്യമന്ത്രി ആക്കാറുണ്ട്. ഡൽഹിയിലെ കേരള ഹൗസിൽ എന്താണ് പുള്ളി പോകുമ്പോൾ പുറകെ പടം എടുക്കാൻ പോകുമ്പോൾ പടി കയറിയാൽ തിരിച്ചു എടുക്ക ഇങ്ങനെ വരുന്നു. മനസ്സിലായോ? നമുക്ക് ഒരാളുടെ സ്വകാര്യതയില്ലേ? നിങ്ങളൊരു പബ്ലിക് പ്ലേസിൽ നിൽക്കുന്നു, സ്വകാര്യതയില്ലേ? അവരുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഒരാൾ ഒരു ദുരന്തമുണ്ടായ ഒരു വീട്ടിൽ ദുരന്തമുണ്ട്, ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു സംതിങ് മഹാദുരന്തം ഉണ്ടായി. അവിടെ ചെന്ന് മൈക്ക് പിടിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ സ്വകാര്യതയുടെ ഏറ്റവും പെയിൻഫുൾ മൊമെന്റ് ആണ്. അപ്പൊ ആ മൊമെന്റിൽ നിന്ന് ഒരു ബൈറ്റ് കിട്ടണം, അതിനു വേണ്ടി പോയി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊരു മര്യാദകേടാണ്. പത്രസമ്മേളനത്തിന് വിളിച്ചില്ലെങ്കിൽ പത്രക്കാർ പോകില്ലെന്നേ. പത്രക്കാരോട് സംസാരിക്കാനുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരൻ പത്രസമ്മേളനം വിളിക്കും. അല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകേണ്ടതൊക്കെ ഈ കമ്പം പിടിച്ചുകൊണ്ട് ചെല്ലണം എന്തിനാണ്? അവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത്. അടൂർ പ്രകാശ് പറയുന്നതിനാണ് വാർത്ത കിട്ടുന്നത്. ഇനി യഥാർത്ഥത്തിൽ അവിടെ നടന്ന അടൂർ പ്രകാശം പറയും, നമ്മളാരെങ്കിലും പറയും, നമ്മളെ ചോദ്യം ചെയ്തിട്ട് നമ്മൾ ഉത്തരയില്ലാതെ നിന്നൊരവസ്ഥയാണ് തിരിച്ചു വന്നാൽ നമ്മൾ പറയൂ എനിക്ക് ഉത്തരയില്ലായിരുന്നു, എന്നെ നാളെ പോലീസ് വിളിക്കും, നമ്മൾ പറയും, ആരെങ്കിലും പറയും. എന്തിനാ ഈ ചോദ്യം? വാട്ട്സ് ദ റിലവൻസ്? പത്രപ്രവർത്തകർ ഇങ്ങനെ പോകുകയാണെങ്കിൽ പത്രപ്രവർത്തകർക്ക് പണിയില്ലാതായി പോകും കേട്ടോ, അത് ആലോചിക്കണേ. അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഇപ്പൊ നമ്മള് മരണവീടുകളിലേക്കുള്ള ഒരു ഇടിച്ചുകയറ്റം ഭയങ്കരമാവുന്നില്ലേ? ഈവൻ ഈ അടുത്ത് ശ്രീനിവാസം മരിച്ചപ്പോഴാണെങ്കിലും സ്വന്തം മകൻ, അച്ഛൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന മകൻ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി നമ്മൾ ഉണ്ടാക്കി. ഈ അടുത്ത് സീജർ റോയിയുടെ ഭാര്യ കണ്ണട വെച്ചിരുന്നു, ആ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരിച്ചു കഴിഞ്ഞപ്പോൾ KG ജോർജിന്റെ മകള് വന്ന വേഷം, മകളോ വൈഫോ എനിക്ക് ഓർമ്മയില്ല, മകനോ അങ്ങനെ അത് ഓർക്കുന്നില്ല, അതിനെ കുറിച്ച് വിവാദം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവരാരാണെന്ന്. ഇപ്പൊ KG ജോർജ് മരിച്ചാൽ KG ജോർജിന്റെ മക്കൾക്കോ ഭാര്യക്കോ ഉള്ളതിനേക്കാൾ വിഷമം ഈ പോകുന്ന പത്രക്കാർക്കോ നാട്ടുകാർക്കോ ഉണ്ടോ? അവരുടെ ആ പെരുമാറ്റത്തെ ഇവാലുവേറ്റ് ഇവരാരാണെന്നല്ലേ, നമ്മൾ ആരാണ് ഇതൊക്കെ? ചില സ്ഥലങ്ങളിൽ വല്ലാണ്ട് അതിര് കടക്കുന്നുണ്ട് മാധ്യമങ്ങൾ. പക്ഷെ ഇതിനൊരു കടിഞ്ഞാണ് ഇടേണ്ടത് അത്യാവശ്യമല്ലേ എന്നാണ് ഇപ്പോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അടൂർ പ്രകാശ് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ മാറി ഇക്കടാന്ന് വേണം. അതുകൊണ്ട് വോട്ടൊന്നും ഒറ്റ വോട്ട് പോലും കുറയില്ല.
അത് നയനാര് ശുദ്ധമോ ഞാൻ ഇന്നലെ പറഞ്ഞത് മുഴുവൻ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ നോണയായിരുന്നോ, നീയൊക്കെ കടലാസിൽ പോയി എഴുതിയില്ലേ അയാൾ ഇങ്ങനെ പരിഹസിച്ച് ചോദിക്കുന്നു. അയാൾ ജയിലിൽ തോറ്റോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ 57 വരുന്ന മാധ്യമങ്ങൾ എഴുതിയിട്ടാണോ? ഏത് മാധ്യമങ്ങൾ എഴുതിയിരുന്നു? രഹസ്യമായുള്ള പാർട്ടിയുടെ കുറിപ്പുകൾ അങ്ങനെയുള്ള ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് മാധ്യമങ്ങളാണ് എഴുതിയിട്ടാണ് അവർ ജയിച്ചത്? ജനങ്ങൾ ഇവരൊക്കെ നമ്മൾ മാധ്യമങ്ങളെക്കാളൊക്കെ നോളജബിൾ പേഴ്സൺസ് ആണ് ആവറേജ് മനുഷ്യര്. നമ്മൾ വളരെ പ്രിജുഡൈസ്ഡ് ആണ്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും.